അതാണ് ഞാൻ പറയുന്നത്. പെണ്ണായാൽ അങ്ങനെ ഇരിക്കണം. ഞാൻ പറയും ഇവിടെ ലോകത്ത് എന്താ പറയേണ്ടത്, ഡൈവേഴ്സ് കാര്യങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നവരുണ്ട്. പക്ഷെ ആ കുഞ്ഞിൻ്റെ നാക്കിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയ ഒരു യൂട്യൂബർ അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞത്? ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അറിയുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നത് ദിലീപ് അത് ചെയ്യൂല. മമ്മൂട്ടി മരിച്ചു, ഇതൊന്നും എനിക്ക് കാണണ്ട, ഞാൻ മരിച്ചിട്ട് അവർ പോയാൽ മതി, കാരണം അതുവരെ ഞങ്ങൾ സേഫാണ്. ഇപ്പം അമ്മയിലുള്ള എല്ലാവരും സേഫാണ്. ആ കുട്ടിയെ വേദനിപ്പിക്കാൻ പുള്ളി തയ്യാറല്ല, മഞ്ജു തയ്യാറല്ല. ആ കുട്ടിയെ മഞ്ജു നിർബന്ധപൂർവ്വം അമ്മയോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ആ കുട്ടി വേദനിക്കും. ആ കോവിഡിൻ്റെ സമയത്ത് 4 മാസത്തെ വീട്ടു സാധനങ്ങളാണ് വീട്ടിലെത്തിച്ചറിയോ നിങ്ങൾ ആരെങ്കിലും? മഞ്ജു വാര്യറുമായും അതുപോലെ ദിലീപുമായിട്ട് നല്ല സൗഹൃദ ബന്ധമുള്ള ഒരു നടിയാണ് ജീജ സുരേന്ദ്രൻ. ഇരുവരും വിവാഹമോചിതരായ ആ ഒരു ടൈമില് മഞ്ജുവിനെ കുറിച്ച് ജീജ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മാസ്റ്റർ ബിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ജീജ സുരേന്ദ്രൻ വീണ്ടും മഞ്ജു വാര്യരെ കുറിച്ചും മകളെ കുറിച്ചും സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മഞ്ജു മകളെ അച്ഛന് വിട്ടുകൊടുത്തത് എന്നുള്ള കാര്യവും ഇവിടെ ജീജ വ്യക്തമാക്കി തന്നെ പറയുകയാണ്. എന്തായാലും ജീജ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാലം കഴിഞ്ഞ് മലയാള സിനിമയുടെ ഭാവി എന്താവും? ചേച്ചിയുടെ ഒരു ധാരണ എന്തായിരിക്കും? ആ കാലത്ത് ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനും ഇത്രയും വയസ്സ് കഴിഞ്ഞ ആളല്ലേ. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ ആര് ഭരിക്കും, എങ്ങനെ പോകും, ഇതൊന്നും എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്ന് ജീവിച്ചിരിക്കുന്നതോ അതുവരെ ഉണ്ടായാലും മമ്മൂട്ടി മോഹൻലാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അവരുടെ കൂടെ അമ്മയും ഉണ്ടാവും, ഞാൻ അവിടെ ഉണ്ടാകും. അത് ഞാൻ സേഫാണ്. എനിക്ക് നാളെ ഞാൻ പട്ടിണിയാന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് കഞ്ഞി തരും, ഉറപ്പാ. എന്റെ കാലം കഴിഞ്ഞാൽ അവർ മരിക്കാവുന്ന തീർച്ചയായിട്ടും എനിക്കതൊന്നും കാണണ്ട. മമ്മൂട്ടി മരിച്ചു, മോഹൻലാൽ, ഇതൊന്നും എനിക്ക് കാണണ്ട, ഞാൻ മരിച്ചിട്ട് അവർ പോയാൽ മതി, കാരണം അതുവരെ ഞങ്ങൾ സേഫാ. ഇപ്പൊ അമ്മയിലുള്ള എല്ലാവരും സേഫാ. നമ്മളൊരു ദുഃഖം അവിടെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഇരിക്കുന്നുണ്ടല്ലോ ബാബുരാജ്, നമ്മുടെ ജയൻ ചേർത്തല, ഇവരെല്ലാം ഗംഭീരമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ജയൻ ഇന്ന് രാവിലെ വരെ എന്നെ വിളിച്ചു. കാരണം നമുക്കൊരു വേദന ഉണ്ടായാൽ നമ്മളിത് ഇങ്ങനെയുണ്ടേ എന്ന് പറയുമ്പോൾ അവരവിടെ എത്തിക്കും. നമ്മൾ പട്ടിണി ആവത്തില്ല. നമ്മൾക്ക് ഒന്നും വേണ്ട. കോവിഡിന്റെ സമയത്ത് 4 മാസത്തെ വീട്ടു സാധനങ്ങളാണ് വീട്ടിലെത്തിച്ചറിയോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ആരാ പൈസ കൊടുത്തത്? മമ്മൂക്കി മോഹൻലാലും. നമ്മളോട് എന്താ പറഞ്ഞത്? ബിഗ് ബസാറിൽ നിങ്ങൾ അമ്മയുടെ കാർഡുമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ കാർഡും കൊണ്ട് ചെന്നപ്പോൾ എൻ്റെ പൊന്നു മോനെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് വരെ 1 കിലോ നെയ്യ് ഞാൻ വാങ്ങിയിട്ടില്ല. 1/2 കിലോ അല്ലെങ്കിൽ 1/4 കിലോ കുപ്പിയെ ഞാൻ വാങ്ങാറുള്ളൂ. 1 കിലോ നെയ്യിൻ്റെ കുപ്പിയാണ്. അറിയാം, ബിരിയാണി അരി 4 കിലോ, മറ്റേ അരി 25 കിലോ, ബാക്കി വീട്ടു സാധനങ്ങൾ മൊത്തം, എല്ലാ മസാലകളും, പരിപ്പ്, ധാന്യവർഗ്ഗങ്ങൾ കംപ്ലീറ്റ്, കാപ്പിപ്പൊടി, ചായപ്പൊടി, നെസ്കഫെ, സകല സാധനങ്ങളും ബോക്സ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുക, അമ്മയുടെ കാർഡ് കാണിക്കുക, ഒരു സൈൻ ചെയ്യുക, വേറെ ഒന്നും വേണ്ട. തിരിച്ച് വന്ന് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇന്ന് വരെ മാസ സാധനങ്ങളിൽ ഇത്രയും സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരത് കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അത് ഇടവേള ബാബും കൂടി ആയിരുന്നു. അത് അവരോടൊക്കെ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. അമ്മ സംഘടനയെ കുറിച്ചും ജീജ സുരേന്ദ്രൻ ഇവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ സംഘടനയിലെ മോഹൻലാലും മമ്മൂട്ടി അടക്കം ഇവരും നന്നായിട്ട് തന്നെ ഈ ഒരു സംഘടന കൊണ്ടുപോകുന്നുണ്ടും അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഇവർ ഈ ഒരു നടിയെ പോലെ തന്നെ മറ്റുള്ള എല്ലാ നടിമാർക്കും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ബുദ്ധിമുട്ടും അറിയിക്കുന്നില്ല എന്ന് തന്നെയുള്ള ജീജ സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു അമ്മ സംഘടനയെ കുറിച്ചുള്ള വിമർശനങ്ങളും ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു നടി വ്യക്തമാക്കി പറയുന്നത്. ഇനിയും പഴയ ദിലീപ് തിരിച്ചു വന്ന മലയാള പ്രേക്ഷകർ സ്വീകരിക്കും. എന്താ സ്വീകരിക്കാതെ പോയല്ലോ? സ്വീകരിക്കാതെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഇത് എന്ന് കരുതിയിട്ട് ദിലീപ് നല്ല രീതിയിൽ നല്ല സിനിമകൾ പഴയ പോലെ ചെയ്തു കഴിഞ്ഞാൽ ദിലീപ് വരും. ദിലീപ് പഴയ സിനിമക്കും ഈ ന്യൂജൻ സിനിമക്കും എല്ലാം ആപ്റ്റായ ഒരു ആർട്ടിസ്റ്റാണ്. ദിലീപിനെ സ്വീകരിക്കാൻ ജനങ്ങളുണ്ട്, വരുത്തും, വരണം. ഇതേ ഞാൻ പറയുള്ളൂ. ദിലീപ് എന്ന നടനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം വന്ന സമയത്ത്, അതായത് ജനങ്ങളുടെ സാധാരണക്കാരുടെ ഒരു നടൻ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു, ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു നടനായിരുന്നു നമ്മുടെ ദിലീപ് എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. നടിയെ സംബന്ധിച്ചുള്ള ആ ഒരു കേസ് ഇപ്പോഴും ദിലീപ് അതിന്റെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു നടനെ വെറുക്കപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് തോന്നുന്നു മഞ്ജു വാര്യർ എന്ന നടിയെ ഡൈവോഴ്സ് ചെയ്തിട്ട് കാവ്യ മാധവനെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ദിലീപിന് ഹേറ്റേഴ്സിന്റെ എണ്ണം കൂടിയത്. ഇവിടെ ജീജ സുരേന്ദ്രൻ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇനിയും ദിലീപിനെ ശോഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ സമീപകാല ചിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അത്ര വിജയകരമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. എങ്കിലും മഞ്ജുവാരുടെ നല്ല ബന്ധമുണ്ടെന്ന് ചോദിക്കാം. എപ്പോഴെങ്കിലും ദിലീപിനെ കുറ്റം പറയുന്ന സംസാരം കേട്ടിട്ടുണ്ടോ? മഞ്ജുവാരുടെ വായിൽ നിന്ന് എന്റെ ജീവൻ നശിപ്പിച്ചാണ് ദിലീപ് പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. പെണ്ണായാൽ അങ്ങനെ ഇരിക്കണം. ഞാൻ പറയും ഇവിടെ ലോകത്ത് എന്താ പറയേണ്ടത്, ഡൈവേഴ്സ് കാര്യങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നവരുണ്ട്. പക്ഷെ ആ കുഞ്ഞിൻ്റെ നാക്കിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയ ഒരു യൂട്യൂബർ അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞത്? മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മളത് പറയാൻ പാടില്ല, അതല്ലേ ശരി, അത് ചോദിക്കാൻ പാടില്ല, അത് സ്വകാര്യ ദുഃഖമായി അവിടെ ഇരുന്നോട്ടെ, അത് ഞാൻ പറയാൻ തയ്യാറല്ല. എന്ത് രസമായിട്ട് ആ കുട്ടി പറഞ്ഞത്. ആലോചിച്ച് നോക്ക്. അത് വേറെ ആളാണെങ്കിൽ അത് അങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു. വേണ്ട, നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം?
ഇപ്പം ഓൺലൈൻ കാർഡെടുത്ത് അത് പറഞ്ഞിട്ട് നിങ്ങൾക്കത് മാർക്കറ്റിംഗ്, നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ ഒരു റൂട്ട് നമ്മളായിട്ട് തരേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു കാര്യം ഈ ഒരു നടി പറഞ്ഞത് 100% ശരിയാണല്ലേ. നമുക്കറിയാലേ എത്രയോ ഡിവോഴ്സ് കേസുകൾ നമ്മുടെ ചുറ്റും നമ്മളെ സെലിബ്രിറ്റീസുകളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ ഓരോ സൈഡിൽ വന്നിട്ട് ഒരാൾ കുറ്റം പറയുന്നു, മറ്റൊരാളെ കുറ്റം പറയുന്നു. ഉദാഹരണം എടുത്ത് പറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ബാല അമൃത വിഷയം തന്നെയായിരുന്നില്ലേ. അത് ഏത് രീതിയിൽ സെൻസേഷണൽ ന്യൂസ് ആയിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും ആ ഒരു ന്യൂസിന്റെ കാര്യങ്ങൾ എന്താ പറയുക, അതിനൊരു അവസാനമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ശരിക്കും അവരവരുടെ പ്രൈവസി കീപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെ. പക്ഷെ ഇവിടെ മഞ്ജു വാര്യർ, ദിലീപ്, അവരെ രണ്ടുപേരെ എടുത്ത് നോക്കുവാണെങ്കിൽ മഞ്ജുവിന്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ ദിലീപിനെ കുറിച്ച് കുറ്റം പറയുന്നില്ല. അതുപോലെ ദിലീപും മഞ്ജുവിനെതിരായിട്ടുള്ള ഒരു വാക്ക് പോലും പറയുന്നില്ല. എപ്പോഴെങ്കിലും ഇവരുടെ വായിൽ നിന്ന് ഒരു തെറ്റായിട്ടുള്ള വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാധ്യമ പ്രവർത്തകർ കാതോർത്ത് കേൾക്കാൻ നിന്നിട്ട് പോലും അവരൊക്കെ അവിടെ നിന്ന് ചമ്മി നാറിപ്പോയിട്ടേ ഉള്ളൂ. കാരണം ഇവിടെ എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യം ഈ ഇരുവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുക്കാനായിട്ട് ഇരുവരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പെൺമക്കൾ പ്രത്യേകിച്ച് അമ്മമാരുടെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ട് മഞ്ജു വാര്യരെ വിട്ട് മകൾ ദിലീപിന്റെ കൂടെ നിൽക്കുന്നു? അതിന്റെ ഒരു മനഃശാസ്ത്രം എന്തുവാ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ആ കുട്ടി അച്ഛൻ ഇപ്പം ഈ വീട്ടിലും ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ പൊന്നെ 2 പെൺമക്കളാണ്, കൊച്ചുമക്കൾ. എനിക്ക് അച്ഛനോട് കാണിക്കുന്നത് സ്നേഹം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് തോന്നും. അതുപോലെ ആ കുട്ടി അച്ഛനോട്. അപ്പോൾ ആ കുട്ടിയെ വേദനിപ്പിക്കാൻ പുള്ളി തയ്യാറല്ല, മഞ്ജു തയ്യാറല്ല. ആ കുട്ടിയെ മഞ്ജു നിർബന്ധപൂർവ്വം അമ്മയോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ആ കുട്ടി വേദനിക്കും. കുഞ്ഞു പ്രായം, ആ കുട്ടിയുടെ വേദന കാണാൻ പറ്റില്ല. ആ കുട്ടിക്ക് അമ്മയേക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനോടൊപ്പം ഉറങ്ങുന്നു, അച്ഛനോടൊപ്പം കഴിക്കുന്നു, അച്ഛനെ കാത്തിരിക്കുന്നു. അപ്പൊ ആ വേദന കാണാൻ പറ്റില്ല. മഞ്ജുവിന്റെ ഹൃദയം വേദനിക്കുന്നത് മഞ്ജു സഹിക്കാണത്. എന്നിട്ടും ആ കുട്ടി വളർന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുട്ടി ബുദ്ധിപൂർവ്വം വളരുമ്പോൾ കുട്ടി ചിന്തിക്കും. മനസ്സിലായില്ലേ? മഞ്ജു മുമ്പ് അതായത് മഞ്ജു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വന്ന സമയത്ത് വരുന്ന മുന്നേ മഞ്ജു പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ, ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് പോലും എൻ്റെ മോക്ക് അറിയില്ല. അറിയാം, ആ കുട്ടി കണ്ടില്ല, കുഞ്ഞുകുട്ടിയല്ലേ. ഇപ്പോഴാണ് മഞ്ജുവിൻ്റെ കാലിബറും മഞ്ജുവിൻ്റെ എല്ലാ സംഭവങ്ങളും കുട്ടി അറിയുന്നത്. അപ്പോൾ സ്വയം കുട്ടി ചിന്തിക്കും. നിങ്ങൾ യൂട്യൂബേഴ്സിന് കളിക്കാൻ തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് ബുദ്ധിയുള്ള ഫാമിലി എന്ന് ഞാൻ പറയുന്നു. എന്നാലും ഒരു ശരിക്കും ഈ ഒരു ചോദ്യം ഒരുപാട് പേര് ഈ ഒരു ഡിവോഴ്സ് കേസ് നടന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. ഇന്നും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഇപ്പൊ ജീജ പറഞ്ഞത് ചിലപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഉത്തരം തന്നെയായിരിക്കും. അന്ന് ഇവർ ഡിവോഴ്സ് ആയ സമയത്ത് മീനാക്ഷി അമ്മയെക്കാളും അച്ഛനോടൊപ്പം പോകാനായിരുന്നു അന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. അതിനുള്ള കാരണം വാലിഡ് ആയിട്ടുള്ള റീസൺ ചിലപ്പം ഇതായിരിക്കാം. അത് മഞ്ജുവിനും അറിയാം. അതുകൊണ്ടായിരിക്കും മകളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഇവര് മാറി നിൽക്കുന്നത്. ഉള്ള വേദനയെല്ലാം കടിച്ചമർത്തി മഞ്ജു എന്നുള്ള നടിയെ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ മഞ്ജു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു നടിയാണ്. പക്ഷെ ഉള്ളിലുള്ള ആ ഒരു വേദന ആരോടും അത് പുറത്ത് പറയാതെ എല്ലാം സങ്കടം ഉള്ളിൽ ഒതുക്കി തന്നെയാണ് കഴിയുന്നത്. എന്നിരുന്നാലും എന്നായാലും ഈ മകൾ തിരിച്ചറിഞ്ഞ് അമ്മയോടൊപ്പം വരുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തകയോട് ചോദിക്കുവാണ്, ഒരു സ്ത്രീ ജീവിതമില്ല, ഭർത്താവില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ പോരാടുക, മകള് പോലും, ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവും? ഒരിക്കലല്ല മാനസികാവസ്ഥ. ആ കുട്ടി ഹാപ്പി ആണല്ലോ. അവർ രണ്ടുപേരും പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? അറിയില്ല. ആ കുട്ടി ഹാപ്പി അല്ലേ ഇപ്പം? പിന്നെ നമ്മളായിട്ട് 2 ഡയലോഗ് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അതിങ്ങനെ കൊണ്ട് യൂട്യൂബിൽ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്നു, മഞ്ജു ഹാപ്പി ആയിട്ടിരിക്കുന്നു, ദിലീപ് കുഞ്ഞിനോടൊപ്പം, കാവ്യയോടൊപ്പം, മറ്റേ കുട്ടിയോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? എല്ലാവരും ഹാപ്പി ആണല്ലോ. പിന്നെ നമ്മൾ അത് കണ്ട് ഹാപ്പി ആയ പോരെ? അതിനപ്പുറത്ത് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പി ആയിട്ടിരിക്കുക, അത്രയും. ഇവിടെ ജീജ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്ന കാര്യം നമ്മൾക്കറിയാമോ? തീർച്ചയായിട്ടും നമ്മൾക്കറിയില്ല അല്ലെ. കാരണം ഇതിലുള്ളൊരു ഹിന്റ് ഇവര് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു മുൻപ്. അതായത് മീനാക്ഷി ഡോക്ടറായി വന്നതിന് ശേഷം ഇവർ പരസ്പരം തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരുന്നു. അതെന്തായാലും ഈ ഒരു സോഷ്യൽ മീഡിയ പാപ്പരാസികൾ കണ്ടെത്തുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. പിന്നെ പൊടും തന്നെ ആ ഒരു ഫോളോവർ ലിസ്റ്റിൽ തന്നെ പിന്നെ രണ്ടുപേരും മാറ്റുകയുണ്ടായി. ചിലപ്പോൾ ഈ ഒരു നടി പറഞ്ഞ കാര്യം ശരിയായിരിക്കും. അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യം നമ്മൾക്കറിയാമോ? അല്ലെങ്കിൽ നമ്മളെ അവർക്ക് ബോധ്യപ്പെടുത്തണം എന്നുണ്ടോ? ഇല്ല. അവരുടെ സ്നേഹം അവർ പരസ്പരം അറിയിക്കുന്നു, എടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇപ്പോഴും അവർ സംസാരിക്കുന്നുണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയയിൽ അതൊരു ചർച്ചാ വിഷയമാക്കാൻ എനിക്ക് തോന്നുന്നു ഇരുവരും അത് ആഗ്രഹിക്കുന്നില്ല ആയിരിക്കും. അതായിരിക്കും മെയിൻ കാരണം. ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഏതൊരു ന്യൂസും ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വലിയ സെൻസേഷണൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഇവരിതെല്ലാം ഹൈഡ് ചെയ്ത് നിൽക്കുന്നത്. മേ ബി മഞ്ജുവും മകളും തമ്മിൽ സംസാരിക്കുന്നതും അവർ തമ്മിലുള്ള റിലേഷനും ഉണ്ടായിരിക്കാം. ഓക്കെ, അതൊക്കെ നല്ല കാര്യമാണ്, അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം പക്ഷെ മഞ്ജുവിനെ സ്നേഹിക്കണം, ഇത് തന്നെയാണ് ആരാധകർക്ക് ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നത്. മഞ്ജുവിനെ സംബന്ധിച്ചിട്ട് ഇനി മകൾ എന്ന് പറയുന്നത് മീനാക്ഷി മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം ഇവർക്കിടയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവിടെ ആരാധകരുടെ ആഗ്രഹം.